തൃശൂർ പുളിയന്നൂർ സെന്റ് തോമസ് യു.പി. സ്കൂൾ സർക്കാർ ഏറ്റെടുത്തതിന് പിന്നാലെ പേര് ഗവൺമെന്റ് യു.പി. സ്കൂൾ എന്നാക്കി മാറ്റിയത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ എന്നിവരുടെ മനസ്സിൽ ഇടം നേടിയ സെന്റ് തോമസ് എന്ന നാമം ഒഴിവാക്കിയതിൽ വേലൂരിലെ ക്രൈസ്തവ സമൂഹത്തിനും പ്രതിഷേധമുണ്ട്. സർക്കാർ ഏറ്റെടുത്ത മറ്റു പല സ്കൂളുകളുടെയും പൂർവ്വനാമം നിലനിർത്തിയിട്ടുണ്ടെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്കൂളിന്റെ പേര് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് വേലൂർ പഞ്ചായത്ത്, ന്യൂനപക്ഷ കമ്മീഷൻ, സ്കൂൾ സ്റ്റാഫ്, MLA എന്നിവരും രംഗത്തെത്തിയിട്ടുണ്ട്. സെന്റ് തോമസ് എന്ന പേര് കൂട്ടിച്ചേർക്കണമെന്ന ഗ്രാമസഭയുടെ തീരുമാനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും മുഖ്യമന്ത്രിയെ നിവേദനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തെ കത്തോലിക്ക സമൂഹം തുടങ്ങി നടപ്പിലാക്കിയ ഈ സ്കൂൾ പിന്നീട് സ്റ്റാഫിന് ദാനമായി നൽകിയിരുന്നുവെന്ന് വേലൂർ ഫെറോന ഡിവിഷൻ വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറവും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. കീരാലൂരിൽ മറ്റൊരു സ്കൂൾ ഏറ്റെടുത്തപ്പോൾ ഉടമസ്ഥന് പ്രതിഫലം നൽകുകയും പേരിനോടൊപ്പം ഗവൺമെന്റ് എന്ന് കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്തതെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിരൂപത അൽമായി നേതാവ് PA ലാസർ, വേലൂർ ഫെറോന ഡിവിഷൻ പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി, ജോൺ കല്ലിയത്ത് എന്നിവർ ചേർന്ന് ആർച്ച് ബിഷപ്പിന്റെ കത്ത് മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്ക് കൈമാറി.